ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഈ ക്രിസ്മസ് ദിന ഒരുക്കങ്ങളിലെ ഈശോയുടെ ജനനം, വിശുദ്ധ ഔസേപ്പിതാവ്, പരിശുദ്ധ അമ്മ, സക്രിയ, എലിസബത്ത്, ആട്ടിടയന്മാർ, ഇടയന്മാർ, കാലിത്തൊഴുത്ത്, മാലാഖമാർ തുടങ്ങി നിരവധി ദർശനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1 26 മുതലുള്ള തിരുവചനങ്ങൾ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1 26 മുതലുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ വായിക്കുന്നത്. 6 മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ പുണ്യമണ്ണിൽ മുട്ടുകൊത്തി കൈകൾ കൂപ്പി ശിരസ് നമിച്ച ആ നിമിഷമാണ് മറിയം ലോകത്തിന് ഒരമ്മയെ കിട്ടുന്നത്. നമുക്ക് ഒരമ്മയെ കിട്ടുന്നത്, സ്വർഗം മുഴുവനും ഒരമ്മയെ കിട്ടുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറയുന്ന ദൈവവചനം ലൂക്ക 1:37. ശക്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവസന്നിധിയിൽ എപ്പോഴും കൃപ കണ്ടെത്തിയിരുന്ന മറിയം എന്ന കന്യകയുടെ അടുത്തേക്കാണ് ദൂതൻ വന്നത്. മംഗളവാർത്തയുമായി ഗബ്രിയേൽ മാലാഖ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അത്യുന്നതനായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന റഫായേൽ മാലാഖ തോബിത്തിൻ്റെ പുസ്തകത്തിൽ മാലാഖത്തെ തന്നെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമിയിലെ എല്ലാ പ്രാർത്ഥനകളും നിരന്തരം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യ ദൂതന്മാരിൽ ഒരാളാണ് ഞാൻ. റഫായേൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ മിഖായേൽ മാലാഖയും, പ്രാർത്ഥനകൾ ദൈവസമക്ഷം സമർപ്പിക്കുന്ന റഫായേൽ മാലാഖയും, മംഗളവാർത്തയുമായി എപ്പോഴും നമ്മളെ വട്ടമിട്ട് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗബ്രിയേൽ മാലാഖയും, ഇവരോടുള്ളൊരു ബന്ധം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഗബ്രിയേൽ മാലാഖ, ദൈവത്തിൻ്റെ ദൂതൻ, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന ദൂതൻ, നമ്മുടെയും അടുത്ത് വന്ന് നമ്മുടെ കാതുകളിൽ പറയുന്ന മംഗളവാർത്ത നമുക്ക് ശ്രദ്ധിക്കാം, മറുപടി കൊടുക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. മാലാഖമാരോടൊപ്പം ഒരു സഹവാസം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ ഭാഗം നമുക്ക് പലവട്ടം ആവർത്തിച്ച് ഇന്നേ ദിവസം നമുക്ക് വായിക്കുമ്പോൾ ഒരുപാട് സന്ദേശങ്ങൾ, ദർശനങ്ങൾ ക്രിസ്തുമസിനെ കുറിച്ച് കാത്തിരിപ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മളെ സഹായിക്കുന്നു. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ.
ആമേൻ.